നമ്മൾ പൊതുവെ ട്രേഡിംഗ് അഥവാ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റോക്സ് വാങ്ങുക വിൽക്കുക അല്ലെങ്കിൽ സ്റ്റോക്സിൻ്റെ ഓപ്ഷൻസോ ഫ്യൂച്ചേഴ്സോ ട്രേഡ് ചെയ്യുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുക. പക്ഷേ ഈ സ്റ്റോക്സ് മാത്രമല്ലാതെ ഗോൾഡ്, സിൽവർ, അതുപോലെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇങ്ങനത്തെ കോമോഡിറ്റീസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല, ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് കോമോഡിറ്റീസ് ട്രേഡിംഗ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കോമോഡിറ്റീസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഹെറൻലി സ്റ്റോക്ക് ട്രേഡിങ്ങിനെക്കാളും കുറച്ചുകൂടി റിസ്ക്കിയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നതായിരിക്കും. പിന്നെ എന്തിനാണ് നമ്മൾ ഈ കോമോഡിറ്റീസ് ട്രേഡിംഗ് ഒക്കെ പഠിക്കേണ്ട ആവശ്യം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെ കൂടുതൽ റിസ്കിന് ചാൻസ് ഉണ്ടോ അവിടെയൊക്കെ കൂടുതൽ റിവാർഡിന് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് മേ ബി പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുകയേക്കാം. എന്തായാലും ഈ വീഡിയോയിലൂടെ പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊന്നല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് കോമോഡിറ്റീസ് ട്രേഡിംഗ് എക്സാമ്പിൾ വെച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, തീർച്ചയായും വീഡിയോ ഫുൾ ആയിട്ട് കാണാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിലെ 2 തരം കോമോഡിറ്റീസ് മാർക്കറ്റാണുള്ളത്. ഒന്ന് അഗ്രികൾച്ചറൽ കോമോഡിറ്റീസ്, പിന്നെ മെറ്റൽസ് ആൻഡ് എനർജി കോമോഡിറ്റീസ്. ഇതിൽ കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്, കൂടുതൽ വോളിയം ഉള്ളത് മെറ്റൽസ് ആൻഡ് എനർജി കോമോഡിറ്റീസിലാണ്. ഈ മെറ്റൽസ് ആൻഡ് എനർജിയിൽ തന്നെ പലതരം മെറ്റൽസും പലതരം എനർജീസും ഉണ്ട്. മെറ്റൽസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയുള്ള ഗോൾഡ്, സിൽവർ ഉണ്ട്, പിന്നെ കോപ്പർ, നിക്കൽ, ലെഡ്, അങ്ങനെ പല പല മെറ്റൽസ് ഉണ്ട്. അതുകൂടാതെ എനർജിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് പോലത്തെ എനർജീസും ഉണ്ട്. ഇനി ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും കോമോഡിറ്റീസ് മാർക്കറ്റ് എന്താണ്? ഗോൾഡ്, സിൽവറൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ സ്റ്റോക്കൊക്കെ വാങ്ങുന്ന പോലെ ഗോൾഡ് വാങ്ങും, സ്റ്റോക്ക് വിൽക്കുന്ന പോലെ ഗോൾഡ് വിൽക്കും എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ ആക്ച്വലി കോമോഡിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗോൾഡ് വാങ്ങുക, ഗോൾഡ് വിൽക്കുക, അല്ലെങ്കിൽ സിൽവർ വാങ്ങുക, സിൽവർ വിൽക്കുക അല്ല ചെയ്യുന്നത്. ഇൻസ്റ്റഡ് നിങ്ങൾ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയൊക്കെ ഫ്യൂച്ചേഴ്സ് വാങ്ങുകയും വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഗോൾഡ്, സിൽവർ ഫ്യൂച്ചേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഇമാജിൻ ചെയ്യുക, നിങ്ങൾ റബ്ബർ കൃഷി ചെയ്യുന്ന ആളാണ്. ഇപ്പം കറൻ്റ്ലി മാർച്ച് മാസമാണ്, റബ്ബറിൻ്റെ വില 200 രൂപയാണ്. പക്ഷേ നിങ്ങളുടെ റബ്ബർ മാർക്കറ്റിലെത്താൻ ഏപ്രിലാവും വിചാരിക്കുക. ഏപ്രിലാകുമ്പോൾ പക്ഷേ റബ്ബറിൻ്റെ വില കൂടുകയോ കുറയോ നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ ചെറിയൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ റബ്ബറിൻ്റെ വില കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്യും. അപ്പോൾ ആ ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് പ്രകാരം നിങ്ങൾ എന്ന സെല്ലർ ഒരു ബയറിന് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ആ കോൺട്രാക്റ്റ് പ്രകാരം ടേംസ് ഇതായിരിക്കും ഉണ്ടാവാം. അടുത്ത മാസം ഏപ്രിൽ 30-ാം തീയതിക്ക് എന്ത് റബ്ബറിൻ്റെ പ്രൈസ് എത്ര ആയിക്കോട്ടെ, 200 രൂപയ്ക്ക് 1000 കിലോ ഞാൻ നിനക്ക് വിൽക്കും. അപ്പോൾ റബ്ബറിൻ്റെ വില 180 ആണെങ്കിലും 150 ആണെങ്കിലും 100 രൂപയാണെങ്കിലും 0 ആണെങ്കിലും 200 രൂപയ്ക്ക് നീ വാങ്ങിച്ചോളാം. ഇങ്ങനത്തെ ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ നിങ്ങൾ രണ്ടാളും ഏർപ്പെടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇമാജിൻ ചെയ്യുക, ഏപ്രിലായി, അന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ 150 രൂപയിലേക്ക് റബ്ബറിൻ്റെ വില താഴേക്ക് പോയി. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. റബ്ബറിൻ്റെ വില എത്ര ആണെങ്കിലും നിങ്ങൾക്ക് 200 രൂപയ്ക്ക് വിൽക്കാനുള്ള ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആ വാങ്ങിച്ച ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് വാങ്ങിച്ച ബയർ നിങ്ങളുടെ അടുത്ത് ആ റബ്ബർ 200 രൂപയ്ക്ക് തന്നെ എടുക്കണം. പ്രൈസ് ആക്ച്വലി താഴേക്ക് പോയത് നിങ്ങൾക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഇതാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റിയ സിറ്റുവേഷൻ. ഇനി നേരെ തിരിച്ചാലോചിച്ചാലോ? ഫോർ എക്സാമ്പിൾ, അടുത്ത മാസമാകുമ്പോൾ റബ്ബറിൻ്റെ വില ആക്ച്വലി കൂടിയാലോ, 250 രൂപയിലേക്ക് കൂടിയാലോ? അപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോഴും നിങ്ങൾ ആ 200 രൂപയ്ക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് വെച്ചിട്ട് കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് പ്രൊട്ടക്ട് ചെയ്യാനാണ് പറ്റുക. ഇതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഹെഡ്ജിങ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ റബ്ബറിൻ്റെ പ്രൈസ് ഹെഡ്ജ് ചെയ്യാണ് ചെയ്തത്. അതായത് റബ്ബറിൻ്റെ പ്രൈസ് താഴേക്ക് പോയാലും മുകളിലേക്ക് പോയാലും എനിക്ക് നഷ്ടമോ ഒന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ വന്നിരിക്കുന്നത്. ആ ബയറും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നാളെ അയാൾക്ക് ചിലപ്പോൾ പേടിയുള്ളത് റബ്ബറിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിരിക്കും പേടി. അപ്പോൾ അയാൾ വന്നത് എന്തിനാണ്? എന്ത് പ്രൈസ് മുകളിലേക്ക് പോകുകയാണെങ്കിലും എനിക്ക് 200 രൂപയ്ക്ക് കിട്ടണം എന്നുള്ള ആ ഒരു റിസ്ക് അയാൾ ഹെഡ്ജ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഹെഡ്ജിങ് പേർപ്പസിന്, റിസ്ക് റിഡക്ഷൻ പേർപ്പസിനാണ് ആക്ച്വലി ഈ ഫ്യൂച്ചേഴ്സ് ആൾക്കാർ ശരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെ ബേസിക്സ് പഠിച്ചു. ഇനി ഇവിടെ ചോദ്യമുള്ളത്, അപ്പോൾ നമ്മൾ ആക്ച്വലി റബ്ബർ വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ ഫ്യൂച്ചേഴ്സൊക്കെ സെല്ല് ചെയ്യണോ? ഒരിക്കലും ആവശ്യമില്ല. നമ്മൾ ആക്ച്വലി റബ്ബറിനെ കാണുന്നത് പോലുമില്ല. നേരെ മറിച്ച് മാർക്കറ്റ് ഓൾറെഡി റബ്ബറിൻ്റെ ആയിക്കോട്ടെ, ഗോൾഡിൻ്റെ ആയിക്കോട്ടെ, സിൽവറിൻ്റെ ആയിക്കോട്ടെ, ഓയിലിൻ്റെ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ആയിരിക്കും നമ്മൾ പോയി വാങ്ങുകയല്ലേ വിൽക്കുക ചെയ്യുക. ഫോർ എക്സാമ്പിൾ, റബ്ബറിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഉണ്ട്. അത് എക്സ്പയർ ചെയ്യുന്ന നെക്സ്റ്റ് മന്താണെന്ന് വിചാരിക്കുക. അതിൻ്റെ പ്രൈസ് 200 റുപ്പീസാണ്. നിങ്ങളത് പോയി വാങ്ങുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? അടുത്ത മാസം റബ്ബറിൻ്റെ വില ആക്ച്വലി കൂടുന്നതാണ്. അപ്പോൾ അങ്ങനെ ആക്ച്വലി റബ്ബറിൻ്റെ പ്രൈസ് 250 രൂപയിലേക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഈ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റിന് വേണ്ടി വെക്കാം. ഇനി നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ലോസ് ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ആയിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വൽ റബ്ബർ അല്ല നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഹലോ എവരിവൺ. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന ചോദ്യം, ഓക്കെ നമ്മൾ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് വാങ്ങിച്ചു, ഇനി റബ്ബറിന്റെ പ്രൈസ് അല്ലെ ഗോൾഡിന്റെ പ്രൈസ് അടുത്ത മാസം കൂടുകയോ കുറയോ എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ അതിന് നിങ്ങൾ 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന് ടെക്നിക്കൽ
ടെക്നിക്കൽ അനാലിസിസ് ആണ്. എങ്ങനെയാണ് ചാർട്ട് പാറ്റേഴ്സ് സ്റ്റഡി ചെയ്യുക, ചാർട്ടിലെ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് സ്റ്റഡി ചെയ്തിട്ട് ഗോൾഡിൻ്റെ ആയിക്കോട്ടെ സിൽവറിൻ്റെ ആയിക്കോട്ടെ ഏത് കോമോഡിറ്റിൻ്റെ പ്രൈസ് ഫ്യൂച്ചറിലേക്ക് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് അറിയില്ലേ, തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം, അതിൻ്റെ ബേസിക്സ് കംപ്ലീറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ട്രേഡേഴ്സ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. അതായത് ഓരോ എക്കണോമി എങ്ങനെ ചെയ്യുന്നുണ്ട്, ഓരോ കൺട്രീസും കൂടുതൽ ഗോൾഡ് വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ കുറവ് ഗോൾഡാണോ വാങ്ങുന്നത്, മാക്രോ എക്കണോമി മൈക്രോ എക്കണോമി ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗോൾഡിൻ്റെ പ്രൈസും അല്ലെ ഏത് കോമോഡിറ്റിൻ്റെ പ്രൈസും മുകളിലേക്കും താഴേക്ക് പോകുന്ന കാര്യം കുറച്ചൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എക്സാക്ട്ലി അടുത്ത മാസം എത്ര പ്രൈസ് ആവുന്ന ആരും ഒരു അടിപൊളി ട്രേഡർ പോലും പ്രെഡിക്റ്റ് ചെയ്യില്ല. അവർക്കെല്ലാം പ്രോബബിലിറ്റിയുടെ ബേസിൽ പറയാൻ പറ്റുള്ളൂ. മേ ബി ഒരു 80% 70% പ്രോബിലിറ്റി. അപ്പോൾ അതിൻ്റെതായ രീതികളുണ്ട്. പക്ഷേ ഇവിടെ ബേസിക്കായി മനസ്സിലാക്കേണ്ടത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും അതുപോലെ ഫണ്ടമെന്റൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ഓരോ ആൾക്കാർ അവരുടേതായ രീതിയിൽ പ്രൈസ് മൂവ്മെന്റ്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുക ഇതിപ്പോൾ നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിന് പകരം നമ്മൾ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് വാങ്ങുന്നു വിൽക്കുന്നു, അതിലിപ്പോൾ എന്താ അത്ര വലിയ വ്യത്യാസം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആക്ച്വലി ഭയങ്കര വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിനാണ് നമ്മൾ ലെവറേജ് എന്ന് വിളിക്കുക. എന്താണ് ലെവറേജ് എന്ന് മനസ്സിലാക്കാൻ സിമ്പിളായി ഒരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 1 lakh rupees ഗോൾഡ് ഫ്യൂച്ചേഴ്സ് വാങ്ങണം വിചാരിക്കാം. നിങ്ങൾ 1 lakh rupees ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ഇടേണ്ട പൈസയാണ് നമ്മൾ മാർജിൻ അഥവാ മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് വിളിക്കുക. അതെപ്പോഴും ആക്ച്വൽ വാല്യൂൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മാർജിൻ റിക്വയർമെൻറ്റ് ഈ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് വാങ്ങാൻ വേണ്ടി 10% ആണെങ്കിൽ 1,00,000 രൂപയുടെ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1,00,000 രൂപ ഇടേണ്ട, നിങ്ങൾ 10% അഥവാ 10,000 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാൽ മതി. ഓക്കെ, അങ്ങനെ 10,000 രൂപ നിങ്ങൾ മാർജിൻ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ 1,00,000 രൂപയുടെ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പം ഈ ഒരു ഗോൾഡിൻ്റെ പ്രൈസ് ആക്ച്വൽ പ്രൈസ് 5% അപ്പായി വിചാരിക്കുക. അപ്പോൾ 1,00,000 രൂപയുടെ ഈ ഗോൾഡ് ഫ്യൂച്ചേഴ്സിൻ്റെ വാല്യൂ 5% പോയാൽ അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇപ്പോൾ 1,05,000 രൂപയായിരിക്കും ഉണ്ടാവും. അപ്പോൾ 1,05,000 രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് ഫ്യൂച്ചേഴ്സിൻ്റെ വാല്യൂ ഉള്ളത്. അപ്പോൾ ഇവിടെ സിമ്പിളായൊരു ചോദ്യം, നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് 5% ആണോ? ഒരിക്കലും അല്ല. കാരണം നിങ്ങൾ 1,00,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നിട്ടില്ല. നിങ്ങൾ വെറും 10,000 രൂപയെ നിങ്ങളുടെ കയ്യിൽ നിന്നിട്ടുള്ളൂ. ആ 10,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് 5,000 രൂപയാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത് 5,000/10,000 വിച്ച് ഈസ് 50%. നിങ്ങൾ ഇട്ട പൈസേൻ്റെ 50% റിട്ടേൺസ് നിങ്ങൾ ഉണ്ടാക്കുകയാണ്. 5% ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയ പൈസ 50% പ്രോഫിറ്റാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ മാർജിൻ ഫെസിലിറ്റി അഥവാ ലെവറേജ് എന്ന് വിളിക്കുക. ഈ ലെവറേജ് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ പ്രൈസ് മൂവ്മെൻറ്റ്സ് ആക്ച്വൽ കൊമോഡിറ്റി ഉണ്ടായാൽ പോലും നമുക്ക് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെയാണ് ജനറലി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് അതുപോലെ കോമോഡിറ്റീസ് മാർക്കറ്റും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, എത്രത്തോളം ഈ പ്രോഫിറ്റിന് സ്കോപ്പ് ഉണ്ടോ അത്രത്തോളം റിസ്ക്കും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കേസിൽ തന്നെ 1,00,000 നിന്ന് പ്രൈസ് താഴേക്കാണ്, ഒരു 2% ഗോൾഡ് ആക്ച്വലി ഫോൾ ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലോസും 2% ആയിരിക്കില്ല, നിങ്ങളുടെ ലോസും 20-30% ആ ലെവലിൽ പോകും. പ്രോഫിറ്റിൻ്റെ പൊട്ടൻഷ്യലും ലോസിൻ്റെ പൊട്ടൻഷ്യലും ഒരേപോലെ തന്നെ ഹൈ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുക ഇൻഹെറൻ്റ്ലി ഇത് കൂടുതൽ റിസ്കിയർ ആണെന്നുള്ള കാര്യം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്, ഇപ്പോൾ ഗോൾഡിൻ്റെ കേസ് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗോൾഡ് 1 kg ലോട്ട് സൈസിനുണ്ട്, 100 ഗ്രാമിനുണ്ട്, 10 ഗ്രാമിനുണ്ട്, 8 ഗ്രാമിനുണ്ട്, 1 ഗ്രാമിനുണ്ട്. അപ്പോൾ ഇതുപോലെ പല ലോട്ട് സൈസിൽ ഗോൾഡ് അവൈലബിൾ ആയിരിക്കും. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവർ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടേണ്ട പൈസ, അതായത് നിങ്ങളുടെ മാർജിൻ റിക്വയർമെൻറ്റ് വ്യത്യാസമാണ്. നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ മാർജിനായിട്ട് ഇടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ ലോട്ട് സൈസുള്ള ഗോൾഡ് വാങ്ങാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ക്യാപിറ്റൽ ഇടാനില്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ ഗോൾഡ് വാങ്ങിയാൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പ്രാക്ടിക്കലി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ കൊമോഡിറ്റീസ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊമോഡിറ്റീസ് ട്രേഡിംഗ് സപ്പോർട്ടഡ് ആയിട്ട് പല പ്ലാറ്റ്ഫോംസും ഉണ്ട്. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. ഞാനിവിടെ ട്യൂട്ടോറിയൽ കാണിക്കുന്ന ഡൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഡണ്ണിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റീസ് ഉണ്ട്, അതുപോലെ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്. അതിൽ കൊമോഡിറ്റീസിലാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ കൊമോഡിറ്റീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല കോമോഡിറ്റീസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഗോൾഡിൻ്റെ കോമോഡിറ്റിയാണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഗോൾഡിന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ഗോൾഡ് പെറ്റൽ കാണാം, ഗോൾഡ് 10 കാണാം, ഗോൾഡ് ഗിനി കാണാം, അതുപോലെ വെറും ഗോൾഡ് കാണാം, ഗോൾഡ് എം അഥവാ ഗോൾഡ് മിനി കാണാം. അപ്പോൾ പല പല ടൈപ്പ് ഗോൾഡ് കോമോഡിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു പോയത് ഓരോന്നിനും ഓരോ മാർജിൻ റിക്വയർമെൻറ്റ് ആയിരിക്കും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഗോൾഡ് എം അഥവാ ഗോൾഡ് മിനിയുടെ ഫ്യൂച്ചർ സമ്മറി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 3 ടൈപ്പ് കോൺട്രാക്ട്സ് എനിക്ക് വാങ്ങാൻ പറ്റും. നവംബറിൽ എക്സ്പയർ ചെയ്യുന്ന, ഡിസംബറിൽ എക്സ്പയർ ചെയ്യുന്ന, ജാനുവരിയിൽ എക്സ്പയർ ചെയ്യുന്ന. ഫോർ എക്സാമ്പിൾ നവംബറിൽ എക്സ്പയർ ചെയ്യുന്ന ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബൈയിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റോക്ക് വാങ്ങുന്ന പോലെ വാങ്ങാൻ വെക്കുക എന്നുള്ള രീതിയിലേ ചെയ്യാനുള്ളൂ. പക്ഷേ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അണ്ടർലൈങ് റിസ്ക് വേറെ ലെവലാണെന്നുള്ള മനസ്സിലാക്കുക. റിവാർഡും റിസ്ക്കും വേറെ ലെവലായിരിക്കും. ഇവിടെ ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്ന്, ഞാൻ ഇവിടെ 1 ലോട്ട് സൈസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 10 യൂണിറ്റ്സ് ആണ് വാങ്ങുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് മാർജിൻ റിക്വയർമെൻറ്റ് ആണ്. അപ്പോൾ എനിക്ക് ഒരു ലോട്ട്, അതാണ് മിനിമം സൈസ്, ഒരു ലോട്ട് വാങ്ങണമെങ്കിൽ 1,30,30,000 രൂപയാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇടുന്ന ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയും ക്യാപിറ്റലെങ്കിലും എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കോമോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ കാണുന്നത് നിങ്ങളുടെ ലെവറേജ് ആണ്. അത് 8.92 ടൈംസ് ആണ് നിങ്ങൾ എടുക്കുന്ന ലെവറേജ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഇടുന്ന പൈസയുടെ ഒരു 9 ഇരട്ടി ആക്ച്വൽ ഗോൾഡിൻ്റെ പ്രൈസ് ആയിരിക്കും നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിവാർഡും അതുപോലെ നിങ്ങളുടെ ലോസും ഉണ്ടാകാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയും പൈസ ഇല്ലെങ്കിലോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പോൾ വേറെ ടൈപ്പ് ഗോൾഡ് കോമോഡിറ്റീസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗോൾഡ് പെറ്റൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മാർജിൻ റിക്വയർമെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പല പല എക്സ്പയറീസ് ഉള്ള കിട്ടും. ഞാൻ ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം. അവിടെ മാർജിൻ റിക്വയർമെൻറ്റ് വെറും
6,248 റുപ്പീസാണുള്ളത്. അപ്പോൾ അതുവഴി നിങ്ങൾ കൺട്രോൾ ചെയ്ത് ഓൾമോസ്റ്റ് 2x ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ജനറലി മാർജിൻ റിക്വയർമെൻറ്റ് കുറവാണ്, മാത്രമല്ല റിവാർഡും അതുപോലെ റിസ്ക്കും കുറവാണ്. കാരണം നിങ്ങളുടെ ലെവറേജ് വളരെ കമ്പാരിറ്റീവ്ലി കുറച്ചായിരിക്കും എടുക്കുന്നത്. ഗോൾഡ് മിനിയിൽ നിങ്ങൾ 9x ആയിരുന്നു കണ്ടത്, എന്നാൽ ഗോൾഡ് പെറ്റലിൽ നിങ്ങൾ ഓൾമോസ്റ്റ് 2x ആണ് കാണുന്നത്. അപ്പോൾ റിസ്ക് റിവാർഡ് ഇവിടെ കുറച്ചുകൂടി കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഗോൾഡിൻ്റെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിൽവറിൻ്റെ ആണെങ്കിലും ബാക്കിയുള്ള കോമഡിറ്റീസിൻ്റെയും ഓൾമോസ്റ്റ് ഈ രീതിയിലാണ് പല വേരിയൻസ് ഉണ്ട്. ആ വേരിയൻസിൻ്റെ മുകളിലായിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യുക, നിങ്ങളുടെ മാർജിൻ റിക്വയർമെൻറ്റ് കൂടെ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് കോമഡിറ്റീസ് എന്നും ഈ കോമഡിറ്റീസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. പക്ഷേ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഈ കോമഡിറ്റീസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഹൈ റിവാർഡ് ആൻഡ് ഹൈ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. പലരും ഈ റിവാർഡ് കണ്ടിട്ട് അതിനെ ഭയങ്കര രസമായിട്ടൊക്കെ എടുക്കുമെങ്കിലും ഈ റിസ്ക് ആരും തീരെ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. നിങ്ങളുടെ ക്യാപിറ്റൽ എങ്ങനെ നഷ്ടമാവാമെന്നുള്ളതിനെ പറ്റി ആരും ചിന്തിക്കാറില്ല, ആരും സംസാരിക്കാറില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇനി നിങ്ങൾ ഈ ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ കുറവ് ക്യാപിറ്റൽ, നിങ്ങൾക്ക് ആ പൈസ ഫുള്ളായിട്ട് പോയാലും ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഒരു സങ്കടവും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള പൈസ മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതാണ്. ഇനി പഠിക്കാനായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസിക്സ് പഠിക്കണം. അത് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പോയി പഠിക്കാവുന്നതാണ്. എന്നിട്ട് മാത്രം നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. വീണ്ടും ഓർക്കുക, 93% ഇന്ത്യയിലെ ട്രേഡേഴ്സ് ലോസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആൾക്കാരും ആവറേജ് ഉണ്ടാക്കുന്ന ലോസ് ലക്ഷങ്ങളിലുമാണ്. ഈ ഒരു കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോയുടെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യാനല്ല. പക്ഷേ 21st സെഞ്ചുറിയിൽ ജീവിക്കുന്ന ഒരാളെന്നതിൽ നിങ്ങൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതിൻ്റെ ആക്ച്വൽ എൻടൈസിങ് ആയിട്ടുള്ള നല്ല കാര്യങ്ങളും ട്രേഡിംഗ് ചെയ്യുന്നതിൻ്റെ ഭയങ്കര ഹൈ റിവാർഡ് പോസിബിലിറ്റിയും എന്നാൽ അത്രത്തോളം ഉള്ള റിസ്കിൻ്റെ അല്ലെ ലോസിൻ്റെ ചാൻസും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഓൾസോ ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.